നല്ല ബന്ധമുണ്ട്. നിങ്ങളിത് കുട്ടി പോലീസ് കൂടിയാണ്. പക്ഷെ അന്ന് അതല്ല അവസ്ഥ. അതായത് ഞാൻ അന്ന് ജനങ്ങളുമായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. പോലീസിനെ കണ്ടാൽ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. ആരും പോലീസിനോട് സംസാരിക്കുന്നില്ല, അടുത്ത് നിൽക്കില്ല. പോലീസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ പതുക്കെ അവിടെ നിന്ന് മാറിപ്പോകുന്ന അത്രയും ഭയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് പോലീസിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വാർത്തകൾ ശേഖരിക്കുന്നതും അതുമായിട്ട് പോലീസുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുന്നതൊക്കെ ഒന്ന് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ 17-ാം വയസ്സിലാണ്, സ്കൂൾ വിട്ട ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പത്രത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ഏജന്റ് തന്നെ മംഗളപത്രത്തിൻ്റെ ഏജന്റായിട്ടാണ് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഈ പ്രാദേശിക മാധ്യമ രംഗത്ത് സ്ഥാപിക്കാൻ കഴിയും. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മറ്റുള്ള ജോലികളൊക്കെ ചെയ്തതിന് ശേഷം 99 സെപ്റ്റംബർ 1-നാണ് ഞാൻ മാതൃഭൂമിയിൽ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടറായിട്ട് ആരംഭം കുറിക്കുന്നത്. ഏറ്റവും വളരെ വിഷമകരം പിടിച്ച ഒരു സമയമായിരുന്നു. ഇന്ന് കാണുന്ന സാങ്കേതിക ഒന്നുമില്ല. ആകെ കൂടിയുള്ളത് ഒരു പേന, ഒരു പാഡ്. ഫോൺ ചെയ്യണമെങ്കിൽ 2 വീടപ്പുറത്താണ് ലാൻഡ് ഫോൺ ഉള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ആ 2 വീടപ്പുറത്ത് വീട്ടുകാരോട് ഇൻഫോർമേഷൻ എഴുതിയിട്ടുണ്ട്. അവർക്ക് ഈ ശല്യമായി വളരെ എപ്പോഴും അറിയാലോ, പത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ വിളിക്കും. ചിലപ്പോൾ പത്രത്തിനോടുള്ള ദേഷ്യം, വാർത്തയോടുള്ള ദേഷ്യമൊക്കെ പോകുമ്പോൾ ആ വീട്ടുകാരെ അന്ന് വാർത്ത അയക്കുന്നത് ഒരു പേപ്പറിൽ എഴുതി. ഞാൻ ആ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു വിഷയം തന്നാൽ അതൊരു വാർത്ത എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ഒരു മഞ്ഞ കലർന്ന ഒരു പഴയ കടലാസിലാണ് അന്ന് വാർത്ത എഴുതാറ്. ഈ വാർത്ത എഴുതിയ ശേഷം അത് അയക്കുന്ന സംവിധാനം 5 മണി ആകുമ്പോൾ സ്വകാര്യ ബസ് പെരുമ്പള്ളിശ്ശേരി സെൻട്രലിൽ നിന്ന് ചേർത്തിൽ നിന്ന് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബസ്സിന് വാർത്ത കൊടുത്തുവിടും. വെളിയുന്നവരാണെങ്കിൽ ആ കവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു അന്ന് വാർത്ത അയക്കുന്ന ഒരു സംവിധാനം. പിന്നീട് അത് ഫാക്സ് എന്ന രീതിയിലേക്ക് കൂടി വികസിച്ചു. ഫാക്സ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഫാക്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതാണ്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കുന്ന അതേ ഒരു മാതൃകയിലുള്ള സംവിധാനമാണ്. ഞാൻ വീട്ടിൽ വാങ്ങിയത് ഏതാണ്ട് ഫാക്സ് എടുക്കാം, ഫാക്സ് ചെയ്യാം, പിന്നെ ഫോട്ടോ കോപ്പി എടുക്കാം. അങ്ങനെ ഒരു 3 സംവിധാനം, സ്കാൻ ചെയ്യാം, അങ്ങനെയുള്ള സംവിധാനമാണ്. ചെറിയ വിലയാണ് അത്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു പൈസ ബില്ല് കൊടുക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ 300 രൂപ മാക്സിമം നമുക്ക് ബില്ല് ചെയ്യും. നേരം വൈകുകയോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം വേണ്ട ഓൾ എഡിഷൻ പോകുന്നത് വാർത്തകളാണെങ്കിൽ അത് ഫാക്സ് ചെയ്യും. അതിനുശേഷം നീണ്ട നാളിന് ശേഷമാണ് കമ്പ്യൂട്ടറിൻ്റെ വരവും അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കമ്പ്യൂട്ടറുകൾക്കെത്തുകയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൽ പ്രത്യേകമായിട്ടൊരു ആപ്ലിക്കേഷൻ പോലെയല്ല. അന്ന് വാർത്തകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രാത്രി രാത്രിയാണെങ്കിലും പുലർച്ചെയാണെങ്കിലും ആ സ്പോട്ടിൽ പോകണം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കണം, ചിത്രമെടുക്കണം. അത് വലിയൊരു പാടുള്ളതായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അന്ന് ചേർപ്പ് CAയുടെ കീഴിലാണ് നെടുപുഴ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നെടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ അന്ന് 11 മണിക്ക് പോയി ഈ മരിച്ച ആളുടെ വീട്ടിൽ നിന്ന് ചിത്രം സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം പലപ്പോഴും മരണം നടന്ന വീടുകളിൽ അത് സാധാരണ ചെറുമായാലും അപകടമരണമായാലും വീട്ടുകാരെ അധികം അറിയിക്കില്ല. അപ്പം വീട്ടുകാർ അറിയാതെ ആ വീട്ടിൽ നിന്ന് പാത്തും പതുങ്ങിയും അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ചെന്ന് ആൽബം, കല്യാണ ആൽബം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ ആ ഫോട്ടോ അവരറിയാതെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് തരാനുള്ളൂ. അങ്ങനെ അതിൻ്റെ ചിത്രം സംഘടിപ്പിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ തൃശ്ശൂർ എഡിഷൻ ആണെങ്കിൽ 5 എഡിഷൻ ഉണ്ട്, ലോക്കൽ എഡിഷനുണ്ട്. അതായത് ചേർപ്പ്, ചെറിയ വടക്കഞ്ചേരി വേറെ, അങ്ങനെ പല സ്ഥലത്തും പല എഡിഷനുകളാണ്. ചാലക്കുടി വേറെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എഡിഷൻ നമ്മുടെ ഈ പ്രദേശം ഉൾപ്പെടുന്ന മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച വിഷയത്തിൽ അത് കഴിഞ്ഞാൽ
നിങ്ങൾ PSC അടക്കമുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസ് അടക്കമുള്ള പരീക്ഷകൾക്ക് വരുന്ന ചോദ്യം അവരുടെ അനുഭവം പറയുന്നത് വലിയ പത്രത്തിലേക്ക് വലിയ വാർത്തയായിരുന്നു. അവർ സ്ഥിരമായിട്ട് എല്ലാ പത്രങ്ങളും വായിക്കുന്നു. ഒരു പത്രമില്ല, എല്ലാ പത്രങ്ങളും അവർ കൃത്യമായിട്ട് മുടങ്ങാതെ വായിക്കും. അപ്പം മുടങ്ങാതെ വായിച്ചാലുള്ള ഒരു ഗുണം എന്താണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അവരൊന്നും പരാതി കൊടുക്കില്ല. വാർത്ത വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ ആരെയാണ് അന്വേഷിക്കുക? നിങ്ങൾ ഈ വാർത്ത പുറത്താണ് അന്വേഷിക്കുക. ആർക്കാണ് ഈ പറഞ്ഞ അക്രമം ഉണ്ടായത്? അവിടെ ചെന്ന കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയും ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ ആ കേസിലെ പ്രതിയെ വെളിച്ചത്തുകൊണ്ട് വിലങ്ങിട്ട് നടത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആൾ മുഖ്യമന്ത്രിയായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ആളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചാനലിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ പോലും ആ വിഷയത്തിൽ അതിന് പിന്നിൽ നിയമവശമായ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് കടന്നുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിർത്തിക്കോ. എന്താ കാര്യം എന്നറിയോ? പല ആളുകളും എഴുതാണ്ടാണ് ടീച്ചർക്ക് കൊടുത്തേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ എഴുതുന്നത് ശരിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും ക്ലോസ് ചെയ്ത് കൊടുക്കും. ശ്രദ്ധിക്കൂട്ടാ, ഇവിടെ ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. നോക്കിയേ, അത് ഞാൻ പറഞ്ഞ വാർത്തയാണ്. ഞാൻ പറഞ്ഞ വാർത്തയാണ് 2009 ഡിസംബർ 21 മാതൃകയിലെ ഒരു വാർത്തയാണ്. ഇതുണ്ടായ സംഭവമാണ്. നിങ്ങൾ കൂട്ടുകാർക്ക് നന്ദി